ഹായ് എവ്രി വൺ, വെൽക്കം ടു നീതൂസ് ക്ലാസ് റൂം. ആനുവൽ എക്സാമിന് വരാൻ സാധ്യതയുള്ള കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇന്നപ്പോൾ നമ്മൾ നോക്കുന്നത് 5ാം ക്ലാസ് ബേസിക് സയൻസ് എന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഇത്തരത്തിലുള്ള കുറച്ചധികം വീഡിയോസ് ചെയ്യാൻ വേണ്ടി ഞാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വീഡിയോസ് കൃത്യമായിട്ട് കാണുന്നതിന് വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ. അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കിയാലോ. ഫസ്റ്റ് ആക്ടിവിറ്റി എന്താണ്? The leaves of plants around us are arranged in different patterns. The arrangement of leaves of hibiscus, tulasi and blackboard tree is given. അപ്പോൾ എന്താണ് തന്നിരിക്കുന്നത്? ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ കൊടുത്തിട്ടുള്ള പിക്ചേഴ്സ് ആയിരുന്നു അല്ലേ. ഏതൊക്കെ 3 ചെടികളുടെ ലീഫിൻ്റെ അറേഞ്ച്മെൻറ്റിൻ്റെ പിക്ചറാണ് കൊടുത്തിരിക്കുന്നത്. ഏതൊക്കെയാണ്? ഹിബിസ്കസ് അല്ലെങ്കിൽ ചെമ്പരത്തി, തുളസി, പിന്നെ ബ്ലാക്ക് ബോർഡ് ട്രീ അല്ലെങ്കിൽ ഏഴിലം പാല. ഈ 3 പിക്ചേഴ്സാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ലീഫിൻ്റെ അറേഞ്ച്മെൻറ്റ് നോക്കി വയ്ക്കുക. എങ്ങനെയാണ്? ഹിബിസ്കസിന് ഒരു ഓൾട്ടർനേറ്റ് ആണ്, ഒന്നിടവിട്ട രീതിയിലുള്ള അറേഞ്ച്മെൻ്റ് ആണെങ്കിൽ തുളസിക്ക് ഓപ്പോസിറ്റ് ആണ് അല്ലേ. അപ്പുറത്തും ഇപ്പുറത്തേക്ക് ഓപ്പോസിറ്റ് ആയിട്ടാണ് ലീഫ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി ഏഴിലം പാലയിലാണെങ്കിൽ ഒരു നോഡിൽ നിന്ന് തന്നെ ഒന്നിൽ കൂടുതൽ ഇലകൾ വന്നിരിക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. എ, ക്ലാസിഫൈ ദ ഗിവൺ പ്ലാന്റ്സ് ബേസ്ഡ് ഓൺ ദ അറേഞ്ച്മെൻറ്റ് ഓഫ് ദെയർ ലീവ്സ്, പ്രൊവൈഡ് ആൻ അപ്രോപ്രിയേറ്റ് ഹെഡിങ്. അപ്പോൾ അതിൻ്റെ കീഴിൽ വേറെ കുറച്ച് പ്ലാന്റുകളുടെ പേരുകൾ തന്നിട്ടുണ്ട്. അപ്പോൾ അതിനെ നമ്മൾ ടേബിളായിട്ട് അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് അറേഞ്ച് ചെയ്യണം. എന്നിട്ട് അതിന് അപ്രോപ്രിയേറ്റ് ചേരുന്ന ഹെഡിങ് കൊടുക്കണം. അപ്പോൾ നമുക്ക് എങ്ങനെ ഹെഡിങ് കൊടുക്കാം? ഹിബിസ്കസിൻ്റെ ലീഫ് അറേഞ്ച്മെൻറ്റ് പോലെ അറേഞ്ച്മെൻ്റ് ഉള്ളത് ഇതിൽ ഏതൊക്കെയാണ്, ഈ ചെടികളിൽ ഏതൊക്കെയാണെന്ന് എടുത്തെഴുതാം. അതേപോലെ സിമിലർ ടു തുളസി ആൻഡ് സിമിലർ ടു ഏഴിലംപാല. അപ്പോൾ അങ്ങനെ നമുക്കിതിനെ സെപ്പറേറ്റ് ചെയ്ത് എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇനി നമുക്ക് ഏതൊക്കെയാണ് പ്ലാന്റ്സ് എന്ന് നോക്കാം. ഗോൾഡൻ ട്രംപറ്റ് അഥവാ കോളാമ്പി, യെല്ലോ കളറിൽ കോളാമ്പി പൂണില്ലേ, അതാണ് ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത്. ദെൻ സൺഫ്ലവർ, സൂര്യകാന്തി പൂ. ഗുവ, പേരക്കയുടെ ഇല. പിന്നെ ഒലിയാൻഡർ, അരളി എന്ന് പറഞ്ഞിട്ട് അരളി എന്ന് പറഞ്ഞിട്ടുള്ള പൂവിൻ്റെ ചെടി. ദെൻ മാംഗോ, മാംഗോയുടെ ഇല എങ്ങനെയാണ്? ലൂക്കസ് അല്ലെങ്കിൽ തുമ്പ ചെടിയുടെയൊക്കെ ലീഫ് എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നതെന്നാണ്. അപ്പോൾ ഇതിനെ നമുക്ക് ഇതിൻ്റെ ലീഫ് അറേഞ്ച്മെൻറ്റിനെ ഇതുപോലെ എഴുതാം. അതായത് സിമിലർ ടു ഹിബിസ്കസ്, സിമിലർ ടു തുളസി, സിമിലർ ടു ഏഴിലംപാല. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഹിബിസ്കസിൻ്റെ പോലെയുള്ളത്, അതായത് ഓൾട്ടർനേറ്റ് ആയ രീതിയിൽ ലീഫ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് സൺഫ്ലവറിലും മാംഗോയിലുമാണ്. അതേപോലെ തുളസീനെ പോലെ സിമിലർ ടു തുളസിയിൽ നമുക്ക് ഗുവെ ലൂക്കസും എഴുതാം. ഗുവ അതേപോലെ തുമ്പ എഴുതാം. ദെൻ ഏഴിലംപാല, സിമിലർ ടു ഏഴിലംപാല കോളാമ്പി, അരളി. ഇപ്പോൾ കോളാമ്പിയുടെയും അരളിയുടെയും നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും, ഒരു നോഡിൽ നിന്ന് തന്നെ കുറേ ലീവ്സ് ഇങ്ങനെ ചുറ്റുമുണ്ടായി നിൽക്കുന്നുണ്ടാവും. ഗുവ ആൻഡ് ലൂക്കസ് ആണെങ്കിൽ തുളസീനെ പോലെ ഇങ്ങനെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇല ഉണ്ടാവുക. സൺഫ്ലവറിന് മാംഗോയ്ക്കും ഈ ഹിബിസ്കസിൻ്റെ പോലത്തെ ഒരു ലീഫ് അറേഞ്ച്മെൻ്റ് ആണ് ഉള്ളത്. അപ്പോൾ ഇതിൽ കുറച്ച് ചെടികൾ നിങ്ങൾക്ക് നോക്കി വയ്ക്കുക. അതായത് ഓരോ തരത്തിലും ലീഫ് അറേഞ്ച്മെൻ്റ് ഉള്ളത് നോക്കി വയ്ക്കുക. നിങ്ങൾ ടെക്സ്റ്റിൽ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ ഭാഗം ഒന്ന് സ്ട്രെസ് ചെയ്ത് പേരുകൾ പഠിച്ചു വയ്ക്കുക. അപ്പോൾ പരിചയമുള്ളത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് എഴുതാമല്ലോ. അങ്ങനെ ചെയ്യുക. ആൻഡ് അതിൻ്റെ ഹെഡിങ് കൊടുക്കുക. ഓക്കെ. Is there a necessity for plants to have different leaf arrangements? Justify your answer. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഇങ്ങനെ ഒരു ഡിഫറെൻറ്റ് ലീഫ് അറേഞ്ച്മെൻറ്റ് വേണമെന്നുള്ളത് ഒരു നെസസിറ്റി ആണോ എന്ന്. അതായത് അതുകൊണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ലീഫ് അറേഞ്ച്മെൻറ്റ്? എല്ലാ ചെടിക്കും ഒരേപോലെ ലീഫ് പോരെ, എന്തിനു വേണ്ടിയിട്ടാണ് വ്യത്യസ്ത തരത്തിൽ ലീഫ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. അതൊരു അത്യാവശ്യമാണോ? അപ്പോൾ അതെ. എന്ത് കൊടുക്കാം ഉത്തരം? യെസ്, ദ ലീവ്സ് ഓഫ് പ്ലാന്റ്സ് ആർ അറേഞ്ച്ഡ് ഇൻ സച്ച് എ വേ ദാറ്റ് ദേ റിസീവ് മാക്സിമം സൺലൈറ്റ്. ഓരോ ചെടിക്കും അതിൻ്റെ വലിപ്പത്തിനും അത് ഏത് ഭാഗത്താണ് ഉണ്ടാകുന്നതിനും ഒക്കെ അനുസരിച്ചിട്ട് ഏറ്റവും നന്നായിട്ട് സൺലൈറ്റ് തട്ടുന്ന രീതിയിലാണ് അതിൻ്റെ ഇല അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ചില ചെടികളെന്ന് പറഞ്ഞാൽ വളരെ ചെറുതായിരിക്കും അല്ലേ. അപ്പോൾ അത് നിലത്ത് ചെറിയ ഹൈറ്റിൽ വളരുന്നതായിരിക്കും. അതേപോലെ ചിലത് വലിയ മരമായിരിക്കും. അപ്പോൾ അതിന് ഓരോന്നിനും അനുസരിച്ചിട്ട് എങ്ങനെയാണോ ലീഫിൽ കൂടുതൽ ലൈറ്റ് തട്ടുന്നത് അങ്ങനെയാണ് അതിൽ ലീഫ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കത് അങ്ങനെ ആൻസർ ചെയ്യാം. അടുത്തത് നോക്കൂ. സി ക്വസ്റ്റ്യൻ. ഐ ഹെൽപ്പ് plants in photosynthesis. I am green in color. My presence is the reason why plants appear green. Can you name me? അപ്പോൾ ഒരു കുറച്ച് പേരുകൾ ABC അങ്ങനെ പേര് കൊടുത്തിട്ടുണ്ട്. അതിലൊരു സാധനമാണ് പറയുന്നത് ഞാൻ എന്തിന് ഹെൽപ്പ് ചെയ്യുന്നു, പ്ലാന്റ്സിനെ ഫോട്ടോസിന്തസിസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു, എനിക്ക് ഗ്രീൻ കളറാണ്, അതേപോലെ എൻ്റെ പ്രസൻസ് കാരണമാണ് ചെടികളൊക്കെ
ഗ്രീൻ കളറിൽ അപ്പിയർ ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഏതാണ് അതിൻ്റെ ഉത്തരം? ക്ലോറോഫിലാണ് അല്ലേ. ഇവിടെ പ്ലാൻ പിഗ്മെൻസിനെ കുറിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്ലാൻ പിഗ്മെൻറ്റ്സ് പഠിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് ഓപ്ഷനായിട്ട് കൊടുത്തിരിക്കുന്നത്. ആന്തോസയാനിൻ, സാന്തോഫിൽ, ക്ലോറോഫിൽ ആൻഡ് കരോട്ടിൻ. ഇതിൽ ഓരോന്നിനും ഓരോ കളറാണ്. അപ്പോൾ ഈ പിഗ്മെൻറ്റിൻ്റെ ചെടിയിലുള്ള പ്രസൻസിനനുസരിച്ചിട്ടാണ് വ്യത്യസ്ത കളറിലുള്ള ഇലകളൊക്കെ ഉണ്ടാവുന്നത് അല്ലേ. അപ്പോൾ അതിൽ കോമൺ ആയിട്ടുള്ളത് ഏതാണ്? ക്ലോറോഫിലാണ്. ക്ലോറോഫിലിൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സൺലൈറ്റിനെ അബ്സോർബ് ചെയ്യാൻ സഹായിക്കുന്നത്, വലിച്ചെടുക്കാൻ സഹായിക്കുന്നത് ക്ലോറോഫിലാണ്. ആൻഡ് ക്ലോറോഫിലിൻ്റെ കളർ, ആ പിഗ്മെൻറ്റിൻ്റെ കളറ് ഗ്രീൻ ആയതുകൊണ്ടാണ് എന്തിനാ ചെടിക്കും ഇലകൾക്കൊക്കെ ഗ്രീൻ കളറ് ഉള്ളത്. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ളതിൻ്റെയൊക്കെ പേരുകളും കൂടി നോക്കി വയ്ക്കുക. ഇത് ഇങ്ങനെ അല്ലെങ്കിൽ മാച്ച് ദി ഫോളോയിങ്ങോ അങ്ങനെയൊക്കെ ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാം. ടെക്സ്റ്റിൽ തന്നെ ആ ഒരു ബോക്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആന്തോസയാനിൻ ഏത് കളറുള്ള പിഗ്മെൻ്റാണ്? റെഡ് ആണ്. ദെൻ സാന്തോഫിൽ ആണെങ്കിലോ യെല്ലോ കളർഡ് പിഗ്മെൻ്റ് ആണ്. കരോട്ടിൻ എന്താണ്? ഓറഞ്ച് കളറാണ്. ക്യാരറ്റിന് ഓറഞ്ച് പോലത്തെ കളറല്ലേ, അപ്പോൾ അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. കരോട്ടിൻ ഓറഞ്ച് ആണ്, സാന്തോഫിൽ യെല്ലോ, ആന്തോസയാനിൻ റെഡ് ആണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ? സോ നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയാലോ. ദ കോട്ടിലിഡൻസ് ഓഫ് ബീൻ ആൻഡ് മെയ്സ് ആർ ഗിവൺ. ദീസ് പ്ലാന്റ്സ് ഹാവ് സം ക്യാരക്ടറിസ്റ്റിക് ഡിഫറൻസ്. അപ്പോൾ രണ്ട് പ്ലാന്റ്സിൻ്റെ കോട്ടിലിഡൻസ് ആണ് അതിൽ കൊടുത്തിരിക്കുന്നത്. ഏതൊക്കെയാണ്? ബീനിൻ്റെ, പയറിൻ്റെയും അതേപോലെ തന്നെ മെയ്സ്, ചോളത്തിൻ്റെ അല്ലെങ്കിൽ കോൺ എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെയും കോട്ടിലിഡൻസിൻ്റെ പിക്ചറാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. ഇനി അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഗ്രീൻ ഗ്രാം അല്ലെങ്കിൽ ബീൻ ഇതിനൊക്കെ എങ്ങനെയാണ്? കോട്ടിലിഡൻസ് 2 ഉണ്ടാവും. അത് ഡൈക്കോട്ട് പ്ലാന്റ്സ് ആണ്. കോട്ടിലിഡൻസ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളിപ്പോൾ ഒരു പയറിനെയൊക്കെ നമ്മൾ ഇങ്ങനെ പൊളിച്ച് കഴിഞ്ഞാൽ അതിന് നമുക്ക് 2 ഭാഗമായിട്ട് അതിനെ മാറ്റാൻ പറ്റും അല്ലേ. ആ 2 എണ്ണത്തിനെയാണ് നമ്മൾ കോട്ടിലിഡൻ എന്ന് പറയുക. അപ്പോൾ ഈ പയർ വർഗ്ഗത്തിലെ കടലയാണെങ്കിലും പയറാണെങ്കിലും ഇതിനൊക്കെ നമുക്ക് ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അത് ഡൈക്കോട്ട് പ്ലാന്റ്സ് ആണ്. അതിന് 2 കോട്ടിലിഡൻസ് ഉണ്ട്. ദെൻ ഇനി ഈ കോണിലേക്ക് നോക്കൂ, അല്ലെങ്കിൽ ചോളത്തിൻ്റെ അതിലേക്ക് നോക്കൂ. കോണിന് അതേപോലെ നമ്മുടെ റൈസിന്, വീറ്റിന് അതിനൊന്നും നമുക്കിങ്ങനെ എന്താക്കാൻ പറ്റില്ല, ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് 2 പീസാക്കി ഇങ്ങനെ പിളർത്തിയെടുക്കാൻ പറ്റില്ല. കാരണം എന്താണ്? അത് മോണോകോട്ടാണ്. അതിൽ ഒരു കോട്ടിലിഡൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തായിരുന്നു ഈ കോട്ടിലിഡൻ്റെ ഫംഗ്ഷൻ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. കോട്ടിലിഡൻസിലാണ് എന്ത് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്? ഫുഡ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. അതായത് ഒരു വിത്ത് മുളച്ച് അതിൻ്റെ പ്ലാന്റ് പുറത്തേക്ക് വന്ന് അതിന് ലീഫ് വന്ന് അത് വലുതായിട്ട് അതിന് സ്വന്തമായിട്ട് ഫോട്ടോസിന്തസിസ് ചെയ്ത് ഭക്ഷണം ഉണ്ടാക്കാൻ കഴിയുന്നത് വരെ ആ ചെടിക്ക് വലുതാവാനുള്ള ആഹാരം സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് ഈ കോട്ടിലിഡൻസിലാണ്. അപ്പോൾ ഡൈക്കോട്ട് പ്ലാന്റ്സിന് 2 കോട്ടിലിഡൻസ് ഉണ്ട്. ദെൻ മോണോകോട്ട് പ്ലാന്റ്സിനാണെങ്കിലോ കോണ് പോലെയുള്ളതിനൊക്കെ ഒരു കോട്ടിലിഡനേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ആ കോട്ടിലിഡൻ്റെ താഴെയായിട്ട് എന്തുണ്ട്? എൻഡോസ്പേം എന്ന് പറഞ്ഞിട്ടൊരു ഭാഗം കണ്ടോ? അപ്പോൾ മോണോകോട്ട് പ്ലാന്റ്സിൽ അല്ലെങ്കിൽ ഒരു കോട്ടിലിഡനുള്ള പ്ലാന്റ്സിൽ ഫുഡ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് ഈ കോട്ടിലിഡനോട് ചേർന്ന് നിൽക്കുന്ന എൻഡോസ്പേം എന്ന് പറയുന്ന ഭാഗത്താണ്. അപ്പോൾ അതാണ് ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ. ഇനി ഇത് വെച്ചിട്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ക്വസ്റ്റ്യൻ നോക്കൂ. കംപ്ലീറ്റ് ദ ടേബിൾ. അപ്പോൾ ഈ ടേബിൾ കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ നമുക്കതിൽ 2 പ്ലാന്റ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയായിരുന്നു? ബീനും അതേപോലെ തന്നെ മെയ്സും. അപ്പോൾ അത് പ്ലാന്റിൻ്റെ പേരിൻ്റെ എടുത്ത് എഴുതുക. ദെൻ അതിൽ വീനേഷൻ പാറ്റേണും ഉണ്ട്, അതേപോലെ റൂട്ട് ടൈപ്പും ഉണ്ട്. അപ്പോൾ ഈ നമ്പർ ഓഫ് കോട്ടിലിഡൻസും വീനേഷൻ പാറ്റേണും അതേപോലെ റൂട്ടിൻ്റെ ടൈപ്പും തമ്മിൽ ബന്ധമുണ്ട്. അതിൽ വീനേഷൻ പാറ്റേൺ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ലീഫിലെ വെയിൻസ്, ലീഫിലെ ഈ നാര് അതിൻ്റെ ബാക്ക് സൈഡിൽ നമ്മളിങ്ങനെ നാര് പോലെ കാണാമല്ലോ. അതിൽ ഇങ്ങനെ ഞരമ്പ് അല്ലെങ്കിൽ വെയിൻസ് ഒക്കെ പോലെ കാണുന്നതിനെ, അതിൻ്റെ അറേഞ്ച്മെൻറ്റിനെയാണ് നമ്മൾ വീനേഷൻ പാറ്റേൺ എന്ന് പറയാം. അപ്പോൾ ആ വീനേഷൻ പാറ്റേൺ ഈ 2 കോട്ടിലിഡനുള്ള പ്ലാന്റ്സിലാണെങ്കിൽ വീനേഷൻ പാറ്റേൺ റെറ്റിക്കുലേറ്റ് ആയിരിക്കും. ദെൻ ഒരു കോട്ടിലിഡനാണെങ്കിൽ അതിൽ പാരലൽ ആയിരിക്കും. പാരലൽ വീനേഷൻ പാറ്റേൺ ആയിരിക്കും ഉണ്ടാവുക. അതേപോലെ റൂട്ട് ടൈപ്പ് ആണെങ്കിലോ ഡൈക്കോട്ട് പ്ലാന്റ്സിൽ അഥവാ 2 കോട്ടിലിഡനുള്ള പ്ലാന്റ്സിൽ ഏത് സിസ്റ്റം ആയിരിക്കും? റൂട്ട് ടൈപ്പ് ടാപ്പ് റൂട്ട് സിസ്റ്റം ആയിരിക്കും. അതേപോലെ ഒരു കോട്ടിലിഡനുള്ള മോണോകോട്ട് പ്ലാന്റ്സിലാണെങ്കിൽ റൂട്ട് ടൈപ്പ് എന്ന് പറയുന്നത് ഫൈബ്രസ് ആയിരിക്കും. അപ്പോൾ ഇതിൽ ഇങ്ങനെയാണ് വരിക. അതായത് ബീനിന് റെറ്റിക്കുലേറ്റ് വീനേഷനും അതേപോലെ ടാപ്പ് റൂട്ട് സിസ്റ്റവും, അതേപോലെ മെയ്സിനാണെങ്കിൽ പാരലൽ വീനേഷനും ഫൈബ്രസ് റൂട്ട് സിസ്റ്റവും. ഓക്കെ. ദെൻ ബി ക്വസ്റ്റ്യൻ നോക്കൂ. വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് ദ എൻഡോസ്പേം ഇൻ മെയ്സ്? മെയ്സിലെ എൻഡോസ്പേമിൻ്റെ ഫംഗ്ഷൻ എന്താണ്? നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇൻ പ്ലാന്റ്സ് വിത്ത് ഓൺലി 1 കോട്ടിലിഡൻ ദ ഫുഡ് ഫോർ ദ പ്ലാന്റ് ഇസ് ഒബ്റ്റെയിൻഡ് ഫ്രം ദ
എൻഡോസ്പേം അണ്ടിൽ ദ സീഡ് ജെർമിനേറ്റ് ആൻഡ് ഗ്രോ ഇറ്റ്സ് ലീവ്സ്. അപ്പോൾ അതെന്തിനു വേണ്ടിയിട്ടാണ് എൻഡോസ്പേം മെയ്സിൽ? അതിൽ ഫുഡ് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ്. ദെൻ സി ക്വസ്റ്റ്യൻ നോക്കൂ. റൈറ്റ് ദ നെയിം ഓഫ് എ പ്ലാന്റ് ദാറ്റ് ഹാസ് ദ സെയിം നമ്പർ ഓഫ് കോട്ടിലിഡൻസ് ആസ് ദ ബീൻ സീഡ്. ബീൻ സീഡിനെ പോലെ നമ്പർ ഓഫ് കോട്ടിലിഡനുള്ള, അതായത് 2 കോട്ടിലിഡനുള്ള വേറൊരു പ്ലാന്റിൻ്റെ പേരെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഏതിൻ്റെ വേണമെങ്കിലും എഴുതാം. നമുക്കിപ്പോൾ ചിക്പി എഴുതാം, അതായത് കടല. ദെൻ മാംഗോ അങ്ങനെയാണ്, ടാമറിൻ്റെ അങ്ങനെയാണ്. ഇതൊക്കെ എന്തിൽ വരുന്നത്? 2 കോട്ടിലിടാനുള്ള ഇത് തന്നെയാണ്. നമ്മൾ മാങ്ങയുടെയൊക്കെ ഉള്ളിലുള്ള ആ സീഡിനെ തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിന് 2 ഭാഗങ്ങളായിട്ട് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് മാറുന്നത് കാണാം. ഓക്കെ, അപ്പോൾ അതൊക്കെ ഇതിൽ വരുന്നത് ഏത് വേണമെങ്കിലും എഴുതാം. ഓക്കെ, ഇനി ഡി ക്വസ്റ്റ്യൻ നോക്കൂ. മെയ്സ് ലീവ്സ് ഹാവ് പാരലൽ വീനേഷൻ. ഐഡൻറ്റിഫൈ ദ പ്ലാന്റ് ഫ്രം ദ ലിസ്റ്റ് ദാറ്റ് ഡസ് നോട്ട് ഹാവ് പാരലൽ വീനേഷൻ. അപ്പോൾ പാരലൽ വീനേഷൻ ഇല്ലാത്ത പ്ലാന്റ്സ് ഇതിൽ ഏതാണെന്നാണ്. ഷുഗർ കെയിൻ, പാഡി, ചിക്പി, വീറ്റ്. അപ്പോൾ ഇതിൽ ഒരേപോലെയുള്ളത് ആരൊക്കെയാണ്? ഷുഗർ കെയിനും പാഡിയും വീറ്റും. ഇതിൻ്റെയൊക്കെ ഇല നമ്മൾ ഓർത്ത് നോക്കിയാൽ അറിയാം, ഒരു പുല്ലിൻ്റെ ഇലയുടെ അല്ലെങ്കിൽ നെല്ലിൻ്റെ ഇലയുടെ ഷേപ്പിലാണ് ഷുഗർ കെയിൻ്റെ ഇലയുള്ളത്, അതുപോലെ വീറ്റിൻ്റെ ഇലയുള്ളത്. ആകെ അതിൽ വ്യത്യാസമുള്ളത് ഏതാ? ചിക്പി, കടലയുടെ ഇലയാണ്. കാരണം കടല മാത്രമാണ് അതിൽ 2 കോട്ടിലിഡൻസ് ഉള്ളത്, ബാക്കി എല്ലാത്തിനും 1 കോട്ടിലിഡൻ ഉള്ളതാണ്. അതുകൊണ്ട് അതിൽ പാരലൽ വീനേഷൻ ഉണ്ടാവാതിരിക്കുക ഏതിനാണ്? ചിക്പിക്കാണ്. അപ്പോൾ നിങ്ങൾ കുറച്ച് 1 കോട്ടിലിടം വരുന്ന കുറച്ച് പ്ലാന്റ്സിൻ്റെ പേരുകളും അതുപോലെ 2 കോട്ടിലിടം വരുന്ന കുറച്ച് പ്ലാന്റ്സിൻ്റെ പേരുകളും നോക്കി വയ്ക്കുക. അതിൻ്റെ ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഏത് ടൈപ്പാണ് വരിക എന്നുള്ളത് മനസ്സിലാവും. അപ്പോൾ അതിൻ്റെ ലീഫ് എപ്പോഴും റെറ്റിക്കുലേറ്റ് ആയിരിക്കും. അതേപോലെ റൂട്ട് ടൈപ്പും ഫൈബ്രസും അതേപോലെ ടാപ്പ് റൂട്ടും തമ്മിലുള്ള ആ ഒരു കണക്ഷൻ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, നൗ ലുക്ക് അറ്റ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. India has launched numerous artificial satellites for various purposes. INSAT and EduSats are some of them. അപ്പോൾ നമ്മുടെ രാജ്യം ഇന്ത്യ എന്ത് ചെയ്തിട്ടുണ്ട്? കുറേ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ് വിക്ഷേപിച്ചിട്ടുണ്ട്. ഓരോന്നും ഓരോ പർപ്പസ്, ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് വിക്ഷേപിച്ചിരിക്കുന്നത്. അതിൽ ചിലതാണ് ഇൻസാറ്റും അതേപോലെ എഡ്യൂസാറ്റൊക്കെ. അപ്പോൾ ഇതിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഫസ്റ്റ് നോക്കൂ. ഐഡൻറ്റിഫൈ ദ മെയിൻ യൂസേഴ്സ് ഓഫ് ഇന്ത്യാസ് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ് ആൻഡ് ക്രിയേറ്റ് എ മൈൻഡ് മാപ്പ്. അപ്പോൾ ഇതിലിങ്ങനെ എഴുതാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സിൻ്റെ ഉപയോഗങ്ങൾ, ഇന്ത്യയുടെ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റുകളുടെ മെയിൻ ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ അതിലേതൊക്കെ നമുക്ക് എഴുതാം? കുറേ പോയിൻറ്റ്സ് ഉണ്ട് അല്ലേ, ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഓൾറെഡി തന്നിട്ടുണ്ട്. ടെലികമ്മ്യൂണിക്കേഷൻ, വെതർ ഫോർകാസ്റ്റ്, ഡിഫെൻസ്, എഡ്യൂക്കേഷൻ, നാവിഗേഷൻ, ഇതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റുകളെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ആ പോയിൻറ്റ്സ് ഒക്കെ നമുക്ക് അതിൽ ഉൾപ്പെടുത്താൻ പറ്റും. Then write the name of the Indian system similar to GPS. GPS എന്താണ്? ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം. അതെന്തിനു വേണ്ടിയിട്ടാണ്? ഒരു വണ്ടിയൊക്കെ ഏത് സ്ഥലത്ത് കൂടെയാണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ആ വണ്ടി ഇപ്പോൾ എവിടെയാണ്, അങ്ങനെയുള്ള പല സ്ഥലങ്ങളിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണ് ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ അതേപോലെ തന്നെ അതിൻ്റെ ഒരു ഇന്ത്യൻ വേർഷൻ, ഇന്ത്യയിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സിസ്റ്റം ഉണ്ട്. അതിൻ്റെ പേരെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതേതാണ്? IRNSS ആണ്. അതിൻ്റെ ഫുൾ ഫോം ദ ഇന്ത്യൻ റീജിയണൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റമാണ്, IRNSS. അതാണ് ഇന്ത്യൻ സിസ്റ്റം സിമിലർ ടു GPS. ഓക്കെ, ദെൻ സി ക്വസ്റ്റ്യൻ എന്താണ്? ദ സൺ ഈസ് ദ സെൻറ്റർ ഓഫ് ദ സോളാർ സിസ്റ്റം. എർത്ത് ഓർബിറ്റ്സ് ദ സൺ ആൻഡ് ദ മൂൺ ഈസ് എർത്ത്സ് നാച്ചുറൽ സാറ്റലൈറ്റ്. ദെൻ ആൽഫ സെഞ്ചുറി A ഈസ് ദ ക്ലോസസ്റ്റ് സ്റ്റാർ ടു ദ സൺ. അപ്പോൾ ഇതിൽ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. എന്താണ്? സണ്ണാണ് നമ്മുടെ സോളാർ സിസ്റ്റത്തിൻ്റെ സെൻറ്റർ, അതറിയാലോ. സണ്ണും അതിനെ ചുറ്റിക്കറങ്ങുന്ന ഗ്രഹങ്ങളും അതിൻ്റെ ഉപഗ്രഹങ്ങളും, അതായത് പ്ലാനറ്റുകളും അതിൻ്റെ സാറ്റലൈറ്റുകളും എല്ലാം കൂടി ചേർന്നതിനെയാണ് നമ്മൾ സോളാർ സിസ്റ്റം എന്ന് പറയുന്നത്. അതിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത് സണ്ണാണ്. ഇനി എർത്ത് ഓർബിറ്റ്സ് ദ സൺ. എർത്ത് എന്ത് ചെയ്യുന്നു? സണ്ണിനെ ചുറ്റി കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇനി മൂൺ എന്താണ്? മൂൺ എർത്തിൻ്റെ നാച്ചുറൽ സാറ്റലൈറ്റ് ആണ്. നാച്ചുറൽ സാറ്റലൈറ്റും ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റും തമ്മിലുള്ള വ്യത്യാസം എന്താ? നാച്ചുറൽ സാറ്റലൈറ്റ് എന്ന് പറഞ്ഞാൽ നാച്ചുറലായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്ന മൂണിനെ പോലെയുള്ളത്. അതേസമയം ആർട്ടിഫിഷ്യൽ എന്ന് വെച്ചാൽ മാൻമെയ്ഡ് ആയിട്ട് നമ്മൾ ഇവിടുന്ന് അയക്കുന്നതാണ് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ മൂണ് എർത്തിൻ്റെ ഒരു നാച്ചുറൽ സാറ്റലൈറ്റ് ആണ്. മൂൺ എർത്തിനെ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇനി ആൽഫ സെഞ്ചുറി A എന്ന് പറയുന്നത് സണ്ണിനോട് അടുത്ത് നിൽക്കുന്ന മറ്റൊരു നക്ഷത്രത്തിൻ്റെ സ്റ്റാറിൻ്റെ പേരാണ്. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, ദ ഫോളോയിങ് ആർ ഡിഫറെൻറ്റ് സെലസ്റ്റിയൽ ബോഡീസ് അറേഞ്ച്ഡ് ഇൻ ഇൻക്രീസിങ് സൈസ്, ചൂസ് ദ കറക്റ്റ് ഓർഡർ. ഈ പറഞ്ഞ ആൾക്കാരെയൊക്കെ ഒരു ഓർഡറിൽ താഴെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ അതിൻ്റെ സൈസ് കൂടി വരുന്ന ക്രമം ഏതാണെന്ന് നോക്കിയിട്ട്
ചെയ്യാനാണ് വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഒറ്റ കാര്യം നോക്കിയാൽ മതി, മൂണുണ്ട്, എർത്ത് ഉണ്ട്, സണ്ണുണ്ട്, ആൽഫ സെഞ്ചുറി ഉണ്ട്. അപ്പോൾ ഇതിൽ ഏറ്റവും ചെറുത് സ്വാഭാവികമായിട്ട് ആരായിരിക്കും? മൂണായിരിക്കും. അപ്പോൾ മൂണാണ് ആദ്യം വരേണ്ടത്. മൂണ് ആദ്യം വരുന്ന ഒരു ഓപ്ഷൻ മാത്രമേ അതിലുള്ളൂ, സി ആണ്. നോക്കൂ, മൂണ്, എർത്ത്, സണ്ണ്, ആൽഫ സെഞ്ചുറി, എ. ഇതാണ് അതിൻ്റെ വലിപ്പം കൂടി വരുന്ന ഒരു ഓർഡർ എന്ന് പറയുന്നത്. അപ്പോൾ സി ആണ് ആൻസർ. ഓക്കെ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ, ഇൻ ഹൗസ് ഹോൾഡ്സ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്റ്റൗസ് ആർ യൂസ്ഡ് ഫോർ കുക്കിംഗ്. നമ്മൾ ഉപയോഗിക്കുന്ന പലതരത്തിലുള്ള സ്റ്റൗവുകളാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. വാട്ട് ടൈപ്പ് ഓഫ് സ്റ്റൗസ് ആർ മെൻഷൻഡ് എബോ. ഏതൊക്കെ തരത്തിലുള്ള അടുപ്പുകളാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്? ഒന്ന്, ഫസ്റ്റത്തെ ഓപ്പൺ ഹെർത്ത് ആണ്. ദെൻ ഗ്യാസ് സ്റ്റൗ, മൂന്നാമത്തെ കെറോസിൻ സ്റ്റൗ. മണ്ണെണ്ണ, ഗ്യാസ്, അതേപോലെ വിറക് ഉപയോഗിച്ച് കത്തുന്ന സ്റ്റൗവുകളാണ്, അടുപ്പുകളാണത്. ബി എന്താണ്? വാട്ട് ഫാക്ടേഴ്സ് ഷുഡ് ബി കൺസിഡേർഡ് ടു എൻഷുർ ദാറ്റ് ഫയർവുഡ് ബേൺസ് വെൽ ഇൻ എ ട്രഡീഷണൽ സ്റ്റൗ. അതായത് ഒരു പഴയ പോലത്തെ അടുപ്പ്, അതായത് വിറകടുപ്പിൽ വിറക് നന്നായി കത്തണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഏതൊക്കെ പോയിന്റ് എഴുതാം? ഒന്ന്, പ്രൊവൈഡ് പ്രോപ്പർ വെന്റിലേഷൻ. കൃത്യമായിട്ട് വായുസഞ്ചാരം ഉണ്ടെങ്കിൽ മാത്രമാണ് നന്നായിട്ട് വിറക് കത്തുള്ളൂ. അതേപോലെ തന്നെ യൂസ് വെൽ ഡ്രൈഡ് ഫയർവുഡ്. നന്നായി ഉണങ്ങിയ വിറക് കത്തിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതലായിട്ട് അത് കത്തുക. അപ്പോൾ ആ പോയിന്റ്സ് ഒക്കെ നമുക്ക് എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. ദെൻ സി ക്വസ്റ്റ്യൻ നോക്കൂ. ഡിസൈൻ ആൻഡ് എക്സ്പെരിമെൻറ്റ് ടു പ്രൂവ് ദാറ്റ് എയർ ഇസ് നെസസറി ഫോർ കമ്പഷൻ. ഒരു സാധനം കത്തണം എന്നുണ്ടെങ്കിൽ അവിടെ എയറിൻ്റെ പ്രസൻസ് ആവശ്യമാണ്, വായു ആവശ്യമാണ് എന്ന് കാണിക്കുന്ന ഒരു എക്സ്പെരിമെൻറ്റ് ഡിസൈൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ടെക്സ്റ്റിൽ ഓൾറെഡി ഒരു എക്സ്പെരിമെൻറ്റ് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് കണ്ടിട്ടുണ്ട്. മറ്റേ മെഴുകുതിരി വെച്ചിട്ട് ഗ്ലാസ് അതിൻ്റെ മുകളിൽ കമിഴ്ത്തി വെക്കുമ്പോൾ അത് കെടുന്ന എക്സ്പെരിമെൻറ്റ്. അപ്പോൾ അതാണ് നമ്മളിവിടെ എഴുതേണ്ടത്. ഓക്കെ. അപ്പോൾ നമുക്കത് ഇതുപോലെ എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. എന്തൊക്കെയാണ് മെറ്റീരിയൽസ് റിക്വയർഡ്? 2 candles ഓഫ് ദ സെയിം സൈസ് വേണം, ഗ്ലാസ്, പിന്നെ ഒരു ലൈറ്റർ വേണം. ദെൻ ആക്ടിവിറ്റി എങ്ങനെ ചെയ്യാം? 2 candle സെയിം സൈസുള്ള ക്യാൻഡിൽ എടുക്കുക, രണ്ടും കത്തിച്ച് വയ്ക്കുക. ദെൻ അത് കഴിഞ്ഞിട്ട് ഒരെണ്ണം എന്ത് വെച്ച് മൂടുക? ഗ്ലാസ് വെച്ചിട്ട് മൂടുക. എന്നിട്ട് ഒബ്സർവ് ബോത്ത് ക്യാൻഡിൽസ്. സോ ഒബ്സർവേഷൻ എന്തായിരിക്കും? ക്യാൻഡിൽ കവേർഡ് വിത്ത് ഗ്ലാസ് വിൽ ഗോ ഔട്ട് വിത്തിൻ ഫ്യൂ സെക്കൻഡ്സ്. പെട്ടെന്ന് തന്നെ ആ ഗ്ലാസ് കൊണ്ട് കവർ ചെയ്യുന്ന ക്യാൻഡിൽ കെടും. അതെന്തുകൊണ്ടാണ്? കത്താനുള്ള, അതായത് ഗ്ലാസിൻ്റെ ഉള്ളിലുള്ള എയർ തീർന്നു കഴിയുമ്പം എന്താവും? പിന്നെ ക്യാൻഡിലിന് കത്താൻ വേണ്ടി കഴിയില്ല, കാരണം അവിടെ എയർ ഇല്ല, ഓക്സിജൻ ഇല്ല. അതുകൊണ്ടാണ് അത് കെട്ടുപോകുന്നത്. അപ്പോൾ നമുക്ക് അതിന് എന്ത് കൺക്ലൂഷനിലേക്ക് എത്താം? എയർ ഇസ് നെസസറി ഫോർ കമ്പഷൻ എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ. സോ അതാണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസറുകൾ വരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ, അനിമൽസ് ഹാവ് ഡിഫറെൻറ്റ് ഓർഗൻസ് ദാറ്റ് ഹെൽപ്പ് ദം അണ്ടർസ്റ്റാൻഡ് ദെയർ സറൗണ്ടിങ്സ്. ദീസ് ആർ കോൾഡ് സെൻസ് ഓർഗൻസ്. ഓരോ ജീവികൾക്കും അതിൻ്റെ ചുറ്റുപാടുകൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന കുറച്ച് ഓർഗൻസ് ഉണ്ട്, കുറച്ച് അവയവങ്ങൾ. അതിനെയാണ് നമ്മൾ എന്ത് പറയുക? സെൻസ് ഓർഗൻസ് എന്ന് പറയുക. ഇതിൽ വിച്ച് ഓർഗൻ ഹെൽപ്സ് ബട്ടർഫ്ലൈസ് റെക്കഗ്നൈസ് ടേസ്റ്റ്. ബട്ടർഫ്ലൈസിന് ടേസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി സഹായിക്കുന്ന അതിൻ്റെ ഓർഗൻ ഏതാണെന്നാണ്. അപ്പം നമ്മൾ ഓൾറെഡി ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുള്ളതാണ്. വിങ്സ് ആണോ, ആൻറ്റിനയാണോ, ലെഗ്സ്, സ്കിൻ, ഇതിൽ ഏതാണ് ഉത്തരം വരിക? ലെഗ്സ് ആണ് അല്ലേ. ബട്ടർഫ്ലൈ ലെഗ് വെച്ചിട്ടാണ് ടേസ്റ്റ് മനസ്സിലാക്കുക. അപ്പോൾ ഇതുപോലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓർഗൻസ് ഉപയോഗിക്കുന്ന ചില ആനിമൽസിനെ കുറിച്ചൊക്കെ ടെക്സ്റ്റിൽ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി വെച്ചോളൂ കേട്ടോ. ദെൻ ബി ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ, ഐസ് ഹെൽപ്പ് us see the beautiful sights of this world. What are the healthy habits we should follow to maintain good eye health? അപ്പോൾ ഗുഡ് ഐ ഹെൽത്ത്, നമ്മുടെ കണ്ണുകളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്, ആരോഗ്യത്തോടെ സൂക്ഷിക്കാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാമെന്നുള്ളതാണ്. എന്തൊക്കെ പോയിൻറ്റ്സ് എഴുതാം? ഡോണ്ട് റബ് ദ ഐസ്, ഡോണ്ട് ടച്ച് ഇൻസൈഡ് ദ ഐ, ഡോണ്ട് വാച്ച് ടെലിവിഷൻ ഇൻ ഡിം ലൈറ്റ്, അതുപോലെ ഡോണ്ട് യൂസ് മൊബൈൽസ്, കമ്പ്യൂട്ടർ, ടെലിവിഷൻ ഫോർ ലോങ് ടൈം. അങ്ങനെ പല പല പോയിന്റുകൾ എഴുതാം. ഇതേപോലെ തന്നെ നമ്മുടെ ചെവി സംരക്ഷിക്കാനുള്ളതും അങ്ങനെയുള്ള കുറച്ച് പോയിൻറ്റ്സൊക്കെ പറഞ്ഞു പോകുന്നുണ്ട് ആ ചാപ്റ്ററിൽ. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി വെച്ചോളൂ. ഏത് ഓർഗൻ്റെ വേണമെങ്കിലും ചോദിക്കുക കേട്ടോ. ദെൻ സി ക്വസ്റ്റ്യനിൽ, ദ ഇയർ ഇസ് ദ സെൻസ് ഓർഗൻ ദാറ്റ് ഹെൽപ്സ് അസ് ഹിയർ. ഹിയറിംഗ് ഇമ്പയർമെൻറ്റ്സ് ക്യാൻ ഒക്യൂർ ഡ്യൂ ടു വേരിയസ് റീസൺസ്. അപ്പോൾ ചെവിയിൽ പ്രശ്നങ്ങൾ, ഹിയറിംഗ് പ്രശ്നങ്ങൾ പല കാരണങ്ങൾ കൊണ്ടും വരാം. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ ഡിവൈസ് യൂസ്ഡ് ടു അസിസ്റ്റ് പീപ്പിൾ വിത്ത് ഹിയറിംഗ് ലോസ്. ചെവിക്ക് കേൾവി കുറവുള്ള ആൾക്കാരെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള ഉപകരണത്തിൻ്റെ പേരാണ്. അപ്പോൾ ഹിയറിംഗ് എയ്ഡ് എന്ന് പറയും. അതേപോലെ കോക്ലിയർ ഇംപ്ലാന്റ് നമുക്ക് എഴുതാം. നമ്മുടെ ടെക്സ്റ്റിൽ കോക്ലിയർ ഇംപ്ലാന്റേഷനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് കോക്ലിയർ ഇംപ്ലാന്റ് എഴുതാം, അല്ലെങ്കിൽ ഹിയറിംഗ് എയ്ഡ് ആയാലും എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. ദെൻ
D question. We know that food tastes better when we chew it thoroughly. Which specialized part of the tongue helps in identifying different taste? ഇപ്പോൾ നമുക്ക് ഭക്ഷണം നന്നായിട്ട് ചവച്ചരച്ച് കഴിക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഏറ്റവും നല്ല ടേസ്റ്റ്, മാക്സിമം ടേസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കഴിയുന്നത്. അതെന്തുകൊണ്ടാണ്? നമ്മൾ നന്നായിട്ട് ചവച്ചരിക്കുമ്പോൾ ഈ ഭക്ഷണം നമ്മുടെ വായിലുള്ള സലൈവയായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യും. അങ്ങനെ മിക്സ് ചെയ്യുമ്പോഴാണ് നമ്മുടെ വായിലുള്ള സ്പെഷ്യലൈസ്ഡ് സെൽസ് ഉണ്ട്, ടേസ്റ്റ് ബഡ്സ് ഉണ്ട് നമ്മുടെ നാവിൽ. അപ്പോൾ അതിൽ തട്ടുമ്പോഴാണ് നമുക്ക് തിരിച്ചറിയുന്നത്, ടേസ്റ്റ് തിരിച്ചറിയുന്നത്. അപ്പോൾ സലൈവയായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോഴാണ് ഈ ടേസ്റ്റ് ബഡ്സിൽ നന്നായിട്ട് തട്ടുക. അപ്പോൾ സലൈവയായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണമെങ്കിൽ നന്നായിട്ട് ചവച്ചരച്ച് കഴിക്കണം. അപ്പോൾ അതിൻ്റെ ഉത്തരം വരുന്നത് എന്താണ്? ടേസ്റ്റ് ബഡ്സ് ആണ്. ഓക്കെ, ഇത് നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇൻ ദ അനിമൽ കിങ്ഡം ദ ഇൻസെക്ട് ആർ എ ഡൈവേഴ്സ് ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസംസ്. ദ ലാർവേ ഓഫ് സം ഇൻസെക്ട്സ് ആർ നോൺ ആസ് വേംസ്. അപ്പോൾ നമ്മുടെ ഒരുപാട് ഇൻസെക്റ്റുകളുണ്ട് നമ്മുടെ ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസംസിൽ. അതിൽ അതിൻ്റെ ഇൻസെക്റ്റിൻ്റെ ലാർവേനെയാണ് നമ്മൾ വേംസ് എന്ന് പറയുന്നത്. ഇനി ഇതിലൊരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഇത് മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് ഇൻസെക്റ്റും അതിൻ്റെ ലാർവയുടെ പേരുകളുമാണ് കൊടുത്തിരിക്കുന്നത്. ചിലത് നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ളതായിരിക്കും, ചിലത് നിങ്ങൾക്ക് അത്ര ഇതായിരിക്കില്ല. അപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റിലുള്ളതിൻ്റെയൊക്കെ പേരുകൾ പഠിച്ചു വയ്ക്കുക. ദെൻ ഇതൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കാനും കൂടി ശ്രമിക്കുക. ഓക്കെ, ടെക്സ്റ്റിലുള്ളതിൻ്റെയൊക്കെ പേരുകൾ എന്തായാലും ഓർത്ത് വയ്ക്കൂ കേട്ടോ. നമ്മുടെ കോക്രോച്ചിൻ്റെ നിംഫാണ്, അങ്ങനെയൊക്കെ ടെക്സ്റ്റിൽ പറയുന്നുണ്ട്. അതൊക്കെ ഒന്ന് നോക്കി വയ്ക്കൂ. ബട്ടർഫ്ലൈയുടെ ഒക്കെ പിന്നെ നമുക്കറിയാമല്ലോ, കാറ്റർപില്ലറാണ്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്കിത് ജോയിൻ ചെയ്യാം. ബട്ടർഫ്ലൈയുടെ എന്താണ്? കാറ്റർപില്ലറാണ്. ദെൻ മോസ്കിറ്റോയുടെ വിംഗ്ലേഴ്സ് ആണ്. ദെൻ ബീറ്റിലിൻ്റെ ലാർവയ്ക്ക് പറയുന്ന പേര് ഗ്രബ്സ് എന്നാണ്. ദെൻ ഡ്രാഗൺ ഫ്ലൈയുടെ നമ്മുടെ ആൻറ്റ്ലിയോൺ അല്ലെങ്കിൽ ഡൂഡിൽ ബഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കുറച്ചെണ്ണത്തിൻ്റെ ഈ ഡൂഡിൽ ബഗ് അല്ലെങ്കിൽ ആൻറ്റ്ലിയോണൊക്കെ നമ്മുടെ ടെക്സ്റ്റിലുള്ളതാണ്. അതൊക്കെ നോക്കി വയ്ക്കൂ കേട്ടോ. ഓക്കെ, അപ്പോൾ അതങ്ങനെ കണക്ട് ചെയ്യാം. ദെൻ ബി ക്വസ്റ്റ്യൻ നോക്കൂ. ഒബ്സർവ് ദ ഡയഗ്രാം ഓഫ് ദ മെറ്റാമോർഫോസിസ് സ്റ്റേജസ് ഓഫ് എ കോക്രോച്ച് ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. മെറ്റാമോർഫോസിസുമായി ബന്ധപ്പെട്ട് ഈ ഒരു ഫിഗർ ടെക്സ്റ്റിൽ പഠിച്ചതാണ്. ഇത് നമുക്ക് നോക്കിയിട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? വാട്ട് ഈസ് ദ നെയിം ഗിവൺ ടു ദ യങ് വൺസ് ദാറ്റ് ഹാച്ച് ഫ്രം കോക്രോച്ച് എഗ്സ്. കോക്രോച്ചിൻ്റെ എഗ്ഗ് വിരിഞ്ഞു വരുന്ന ആ ഒരു കുഞ്ഞ് കോക്രോച്ചിന് പറയുന്ന പേരെന്താണ്? നിംഫ് എന്നാണ് അല്ലേ. അതേപോലെ രണ്ടാമത്തെ എക്സ്പ്ലെയിൻ ദ ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓഫ് കോക്രോച്ച് മെറ്റമോർഫോസിസ്. അപ്പോൾ ഇതിൻ്റെ സ്റ്റേജസ് നമുക്ക് ഇതുപോലെ തന്നെ വരച്ചിട്ട് കൊടുക്കാം. എന്തൊക്കെയാണ്? ഫുള്ളി ഗ്രോൺ കോക്രോച്ച് ഉണ്ട്. ദെൻ അത് എഗ്ഗ് മുട്ടയിടുന്നു. ദെൻ അതിൽ നിന്ന് നിംഫ് ഉണ്ടാകുന്നു. നിംഫ് വീണ്ടും വലുതായി പല സ്റ്റേജിലൂടെ കടന്നു പോയിട്ട് എന്തായിട്ട് മാറുന്നു? കോക്രോച്ചായിട്ട് മാറുന്നു. അപ്പോൾ ഇതുപോലെ ഈ പിക്ചറിൽ തന്നെ നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ദെൻ സി ക്വസ്റ്റ്യൻ നോക്കൂ. വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് വേംസ്. വേംസ് കുറച്ച് നല്ല കാര്യങ്ങൾ നമുക്ക് വേണ്ടി ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ചാപ്റ്ററിൽ. എന്തൊക്കെയാണ്? കുറച്ച് പോയിൻറ്റ്സ്, 1-2 പോയിൻറ്റ്സ് എഴുതാം. ക്ലീൻ ദ സറൗണ്ടിങ്സ് ക്ലീൻ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പോളിനേറ്റ് മെനി ഫ്ലവറിൽ പോളിനേഷൻ നടത്താൻ വേണ്ടിയിട്ടൊക്കെ വേംസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പോയിൻറ്റ്സ് ഒക്കെ നമുക്ക് എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളുടെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യണം. അതേപോലെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം, ലൈക്ക് ചെയ്യണം. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. എന്നാൽ മാത്രമാണ് ഞാൻ ഇനി ഇടാൻ പോകുന്ന വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ ആനുവൽ എക്സാം. ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.